അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. നമസ്കാരത്തിൽ നമ്മളുടെ ശ്രദ്ധ ഒന്നുകൂടി കൂട്ടണം, നല്ലൊരു ഹുഷോട് കൂടി നമസ്കരിക്കണം. ആ നമസ്കരിച്ചൊരു എക്സ്പീരിയൻസ് അതൊന്ന് ഫീൽ ചെയ്യണം. ഇങ്ങനെയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ശ്രമിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് പലപ്പോഴും പരാജയപ്പെടുന്നത് പോലെ തോന്നുന്നു. ഒരു തൃപ്തി കിട്ടുന്നില്ല. എനിക്കൊരു ഫോക്കസ്ഡ് ആയിട്ട് അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് നമസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലപ്പോഴും തോന്നുന്നുണ്ടാവും. ഇപ്പൊ നമസ്കാരത്തില് നമ്മുടെ ഫർള് നമസ്കാരം, അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളിലേക്ക് അങ്ങ് പോകും. അതിനിടയിൽ കിട്ടുന്ന ഓരോ ഷോർട്ട് ബ്രേക്കുകളായിട്ടാണ് നമ്മുടെ ബാക്കി നമസ്കാരമൊക്കെ വരുന്നത്. നമ്മുടെ രാത്രി നമസ്കാരം അല്ലാത്തതെല്ലാം, അതായത് രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റ് നമ്മൾ നമസ്കരിക്കുന്നതല്ലാത്ത എല്ലാ നമസ്കാരങ്ങളും നമ്മുടെ തിരക്കുകൾക്കിടയിലുള്ള ഷോർട്ട് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. നമ്മളുടെ മനസ്സാണെങ്കിലോ എപ്പോഴും ഫുള്ളായിട്ടുള്ള ഒരു മനസ്സും ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ആയി നിൽക്കുന്ന ഈ ഒരു മനസ്സിന് നമ്മൾ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു ഷോർട്ട് ബ്രേക്കിൽ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ മനസ്സും ഐഡന്റിഫൈ ചെയ്യാൻ, ഓക്കെ, ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു ക്വയറ്റ് മൊമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്നായിട്ട് അൺലോഡ് ചെയ്യാണ്. ഒരുപാട് തോട്ട്സ് ഉണ്ടാകും, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാകും, ഇമോഷണൽ നോയ്സ് ഉണ്ടാകും, കുറേ മെമ്മറീസ് ഉണ്ടാകും, കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഉണ്ടാകും, ഇങ്ങനെ പല കാര്യങ്ങളും. അതൊന്നും മനസ്സിനൊന്ന് സോർട്ട് ചെയ്യാനൊന്നും ഇവിടെ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ നമസ്കരിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ഓൾറെഡി നമ്മളൊന്ന് ക്വയറ്റ് ആവുകയാണ്. ഈ ഒരു സ്പേസിലേക്ക് മൈൻഡും എല്ലാ കാര്യങ്ങളും അൺലോഡ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് നമസ്കാരത്തിനെ കാണും. അപ്പൊ അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നമുക്ക് ഖുശൂ ഉണ്ടാവണം, ഫോക്കസ് ഉണ്ടാവണം, അറ്റൻഷൻ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമസ്കരിക്കാൻ നിന്നതിന് ശേഷം നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല ഈ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ മുന്നേ നമ്മൾ എന്ത് വേണം? അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളുടെ മൈൻഡിനെയും എല്ലാം നമ്മൾ അതിനു മുമ്പ് പ്രിപ്പയർ ചെയ്യണം. അതായത് ഈ ഒരു പ്രസൻസ് നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം. അതല്ലാതെ ആ ഒരു സമയത്ത് ആക്സിഡന്റലി എനിക്ക് ആ ഒരു നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടും അല്ലെങ്കിൽ കിട്ടണം, വളരെ ഫോഴ്സ്ഫുള്ളി നമുക്ക് അറ്റൻഷനെ പിടിച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ ദൈല നമുക്ക് കഴിയില്ല. അത് എന്തൊക്കെ ടെക്നിക്സ് നമ്മൾ നോക്കിയാലും അത് പരാജയപ്പെട്ടു പോകും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്ട്രാക്ഷൻ, മൈൻഡ് ഇത്രയും ഡിസ്ട്രാക്ഷനിലേക്ക് പോവാൻ കാരണം എന്താണ്? ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിലാണ് നമ്മളുടെ ഒരു സാധാരണയുള്ള ആ ഒരു ഡിഫോൾട്ട് മോഡിൽ നമ്മളുടെ മൈൻഡ് ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്താണ്, പല ചിന്തകൾ ഉണ്ടാകും. അതിങ്ങനെ പലയിടത്തും സെർച്ച് ചെയ്ത് നടക്കുകയായിരിക്കും നമ്മളുടെ തോട്ട്സ്. ഡേ ഡ്രീമിങ്ങും എല്ലാ തോട്ട്സും മെമ്മറീസും കാര്യങ്ങളും എല്ലാം നമുക്കപ്പോൾ ചെയ്യാനുള്ള ടാസ്കും ഡിസിഷൻസും പ്രോബ്ലം സോൾവിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ നമസ്കാരമാണെങ്കിലോ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ശീലിച്ചു വന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ വുളൂഎടുത്ത് വന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ നമസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങ് കംപ്ലീറ്റ് ആകും. കാരണം അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ചെയ്ത് ചെയ്ത് ആ നമസ്കാരത്തിൽ നമ്മൾ പറയുന്നതാണെങ്കിലും അവിടെ നമ്മൾ ചെയ്യുന്നതാണെങ്കിലും സുജൂദും റുക്കുവും എല്ലാം അത് ഓട്ടോമാറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ മനസ്സ് അതിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിലും സംഭവം അവിടെ നടക്കും. അപ്പൊ എന്താണ്, നമ്മൾ ഗൈഡഡ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ അവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യാം? നമ്മളുടെ DMN, ഡിഫാൾട്ട് മോഡ് അവിടെ ആക്റ്റീവ് ആയിരിക്കും. ഡിഫാൾട്ട് മോഡ് ആക്റ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യില്ല? അറ്റൻഷൻ കിട്ടൂല. നമ്മൾ അറ്റൻഷനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു ഡിഫാൾട്ട് മോഡ് ഒന്ന് ക്വയറ്റ് ആവുക, അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രസൻസും ആ ഒരു ഖുശുവും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റുക. ഈ ഒരു ഡിഫാൾട്ട് മോഡിൽ നമ്മൾ നമസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ എന്തൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാലും നമുക്ക് എന്ത് ചെയ്യില്ല? നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഫോക്കസ്, ആ ഒരു ഫീലിംഗ് നമസ്കാരത്തിൽ കിട്ടൂല. അപ്പൊ നമ്മൾ ഡിഫാൾട്ട് മോഡിലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുക? എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? റഷിങ്, അതായത് നമ്മൾ നമസ്കാരത്തിൽ ഇങ്ങനെ തിരക്കിട്ട് നമസ്കരിക്കുക, അതായത് സുജൂദും റുക്കുവും നിർത്തും എല്ലാം സ്പീഡിൽ ഇത് കഴിഞ്ഞ് എന്തോ അർജന്റായിട്ട് ചെയ്യാനുണ്ട്, ചിലപ്പോൾ ചെയ്യാനെല്ലാം ഉണ്ടാവും, എന്നാലും ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലുള്ള നമസ്കാരം. അതുപോലെ റക്കഅത്തുകൾ മറന്നു പോകും. 3 എണ്ണമാണോ നിസ്കരിച്ചത്, 4 എണ്ണമാണോ നിസ്കരിച്ചത്? ഇരുന്നിട്ട് ഇനി സുജൂദിൽ ഇരുന്ന് ആലോചിക്കാണ്, ഇനി ഇവിടുന്ന് എണീറ്റിട്ട് അത്തഹിയാത്ത് ഇരിക്കണോ അതെല്ലാം നിർത്താണോ, അത് മൂന്നാമത്താണോ നാലാമത്താണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. റുക്കുവില് പോയി റുക്കുവിന്ന് എത്തിദാലിൽ നിൽക്കുമ്പോൾ ഇത് എത്തിദാലിലാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും സൂറത്ത് ഓതാൻ തുടങ്ങും. ഇങ്ങനെ റക്കഅത്തുകൾ മറക്കണോ, ഓതുന്നത് മറക്കണോ, ഇതെല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥ വരും. പിന്നെ ഒരു മെക്കാനിക്കൽ റെസിറ്റേഷൻ, നമ്മളിങ്ങനെ ഓതുന്നുണ്ട് പക്ഷെ വളരെ മെക്കാനിക്കലായിട്ട് നമ്മൾ വജഹത്തു, പിന്നെ ഫാത്തിഹ ഓതണു, സൂറ ഓതണു, പിന്നെ അടുത്തത് പോകണം, അത്തയിലേക്ക് പോകണു, സുജൂദിലെല്ലാം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. പക്ഷെ വളരെ മെക്കാനിക്കലായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മൈൻഡ് അതിലേക്കില്ല. എന്താ പറയുന്നത് എന്ന് പോലും പറഞ്ഞു. ചിലരത് പറയുന്നത് എന്താന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ അപ്പോൾ മനസ്സിലുള്ള തോട്ടിനനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള കോൺവെർസേഷൻ വരെ അറിയാതെ നമസ്കാരത്തിൽ വന്നു പോകും. നമ്മൾ റുക്കൂലും സുജൂത്തുലും എല്ലാം ചൊല്ലുന്നതിന് പകരം അവിടെ എന്താണോ കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ ആരോടാണ് എന്തെങ്കിലും പറയാനുള്ളത് അതൊക്കെ ചിലപ്പം വന്നു പോകും. അതേപോലെ ഒരു ഇമോഷണൽ റെസ്റ്റ്ലെസ്നെസ്, ഒരു പോസ്റ്ററിൽ നിൽക്കുമ്പം അവിടെ കംപ്ലീറ്റ് നിൽക്കാൻ പറ്റണില്ല. ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുന്നേ തന്നെ
എന്താണ് അടുത്ത റുക്കിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ അവിടെ കൈ അയക്കുന്നു, പിന്നെ തട്ട ശരിയാക്കുന്നു, പാൻറ് ശരിയാക്കുന്നു, കുപ്പായം ശരിയാക്കുന്നു. ഇങ്ങനെ ഒരു തരം റെസ്റ്റ്ലെസ്നെസ്, അവയവങ്ങൾ ഒന്നും എവിടെയും അടങ്ങി നിൽക്കുന്നില്ല, ഇങ്ങനെ ഓതുന്നത് മറന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് നമസ്കാരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഡിഫോൾട്ട് മോഡിലാണ് നമസ്കരിക്കാൻ കയറിയിട്ടുള്ളത്, അവിടെ അറ്റൻഷൻ മോഡിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണ ഉള്ള നമ്മളുടെ ഈ ഒരു നോർമൽ നോയ്സി മൈൻഡ് ഉണ്ടല്ലോ, അതായത് ബീറ്റ ബ്രെയിൻ വേവിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് വളരെ ബിസിയാണ്, അലേർട്ടാണ്. അതേപോലെ പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, വെറിയിങ്, സ്ട്രെസ്സിങ്, മൾട്ടി ടാസ്കിങ്, ഓവർ തിങ്കിങ്, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടൊരു ബിസി മൈൻഡാണ് നമ്മളുടെ ഒരു ഡിഫോൾട്ട് മോഡിലുള്ള നോയ്സി മൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അധിക ആളുകളും നമസ്കാരത്തിലേക്ക് വരുന്നത് ഈ നോയ്സി മൈൻഡ് കൊണ്ടാണ്. അതിനൊന്ന് ക്ലട്ടർ ചെയ്യണില്ല, അതിനൊന്ന് മാറ്റി അതിനൊന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നില്ല നമസ്കാരത്തിലേക്ക് വരുന്നതിന് മുമ്പ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ ഇപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ടാവും. ഇനി ജോലിയൊക്കെ തീർത്തിട്ട് പോവുകയാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. വേറെ ഒരുപാട് വിഷയങ്ങളും തോട്ട്സും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ജോലി തിരക്കാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു ബിസി മൈൻഡ് ആയിട്ട് ഈ ഒരു നോയ്സി മൈൻഡ് കൊണ്ടാണ് നമസ്കാരത്തിലേക്ക്, ഈ ഡിഫോൾട്ട് മോഡിലാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് കൂടുതലും നമസ്കാരത്തിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഓൾറെഡി ഉള്ള സ്ട്രെസ്സും, ഡിജിറ്റൽ ഓവർലോഡ്, ഒരുപാട് സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഫോണും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ കൊണ്ട് നമ്മളുടെ മൈൻഡ് ഓൾറെഡി ഓവർലോഡായി വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു സമയത്ത് നെർവസ് സിസ്റ്റം വളരെ അലേർട്ടായിരിക്കും, വളരെ ആക്റ്റീവ് ആയിരിക്കും, അലേർട്ടായിരിക്കും. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാമാക്കാനും അവിടെ ഇപ്പുറത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാനും കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസും കൊണ്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് വരും, അതായത് വളരെ ഡെയിലി നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നമസ്കാരത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളതാണ്. നമസ്കാരത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇല്ലാതെ അതിലേക്ക് എത്താൻ, അതായത് ഈ ഡിഫോൾട്ട് മോഡിൽ നിന്ന് ഒരു അറ്റൻഷൻ മോഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുക, നമസ്കാരത്തിൽ ഫോക്കസ് ചെയ്യാതെ കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു ഫെയ്ത്ത്, ഈമാനില്ലായോ നമുക്കറിയാം, നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നമസ്കാരത്തിലും അതിന്റെ പ്രതിഫലത്തിലും. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്, നമുക്ക് അതിൽ വിശ്വാസമുണ്ട്, ഒരു വിശ്വാസക്കുറവില്ല. പക്ഷെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്, അത് നമ്മളുടെ ഫെയ്ത്തിന്റെ ഒരു കുറവല്ല, പകരം എന്താണ്, ലാക്ക് ഓഫ് മെന്റൽ ട്രാൻസിഷൻ. അതായത് ഈ ഡിഫോൾട്ട് മോഡിൽ നിന്ന് നമുക്ക് എന്താണ് ഇപ്പുറത്ത് ടെൻഷൻ മോഡിലേക്ക് നമ്മളെ ട്രാൻസിറ്റ് ചെയ്യണം ഈ ഒരു നമസ്കാരത്തിന്റെ സമയത്ത്. അത് ചെറിയൊരു ഇത്തിരി സമയത്തേക്കാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് അത് എത്രത്തോളം ഓരോരുത്തർക്കും ഉണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമസ്കാരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ബാക്കി അതിന്റെ കൂടെ നമസ്കാരത്തെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു ബോധം, നമ്മുടെ അറിവും എത്രത്തോളം നമുക്ക് നമസ്കാരം നമുക്കത് സീരിയസ് ആണ് അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യണം, അതെല്ലാം ആ ഒരു സ്പിരിച്വൽ പാർട്ടെല്ലാം അതിന്റെ കൂടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളുടെ ഒരു ബ്രെയിൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, ആ ഒരു ട്രാൻസിഷൻ ഡിഫോൾട്ട് മോഡിൽ നിന്ന് നമ്മൾ ഈ ഒരു നോയ്സി മൈൻഡിൽ നിന്ന് നമ്മളൊരു ഫോക്കസ് സ്റ്റേറ്റിലേക്ക് നമുക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. പിന്നെ എന്താണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്? ബ്രെയിനിന് ഫോക്കസ് ഒന്ന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഏത് തിരക്കിന്റെ ഇടയിലും നമുക്ക് എന്തെങ്കിലും ഒന്നിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഫോക്കസ് കൊണ്ടുവരാനുള്ള ഒരു രണ്ട് സിമ്പിൾ എക്സസൈസുകൾ. ഒന്ന് കൗണ്ട് ബാക്ക്, അതായത് 100 to 1 വരെ, 1 to 100 അല്ല, അതായത് 1 മുതൽ 100 വരെ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ നമ്മൾ അങ്ങ് പോകും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോയി പോകും. അതിന് പകരം 100 ബാക്കിലേക്ക് കൗണ്ട് ചെയ്യുക, 1 വരെ. ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇരുന്നിട്ടും ചെയ്യാം. ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നമ്മൾ ഇരുന്ന് കണ്ണടച്ചതിന് ശേഷം ചെയ്യാം. കണ്ണടച്ച് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, അതെല്ലാം അവിടെ ക്ലോസ് ആകും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, 100 to 1 വരെ കൗണ്ട് ചെയ്യുമ്പോൾ, ബാക്കിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ഈ ഓരോ നമ്പറും പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒന്നുകിൽ ആ വോള് നമുക്ക് പിന്നെ ഫ്രണ്ടിലുള്ള വോളിലോ അല്ലെങ്കിൽ മുകളിലുള്ള വോളിലോ അല്ലെങ്കിൽ മുമ്പിൽ എന്താണോ ഉള്ളത് ആ ഒരു സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ആ നമ്പർ കാണുന്നത് പോലെ അത് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ബാക്കിലേക്ക് കൗണ്ട് ചെയ്യാം. ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും, അവിടെ നിന്ന് എണീറ്റ് പോകാനും മനസ്സ് നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു ക്ഷമയോടെ അവിടെ നിന്ന് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വല്ലാതെ പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ഫസ്റ്റ് 30 മുതൽ 1 വരെ, പിന്നെ 50 മുതൽ
1 വരെ, പിന്നെ അതൊന്നുകൂടി കൂട്ടിയിട്ട് പിന്നെ 100 to 1 വരെ. ഇത് ഒരു പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ടൊന്നും എന്താവില്ല, ഫോക്കസ് പ്രാക്ടീസ് ആവില്ല. കുറെ ഡെയിലി ചെയ്യണം. ആദ്യം ഒരു 7 ദിവസം ചെയ്യുക, പിന്നെ അതും അതിന്റെ കൂടെ ഒരു നെക്സ്റ്റ് 7 days, പിന്നെ ഒരു 7 days, അങ്ങനെ ഒരു 28 days ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 7 ദിവസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. എന്നാലും അങ്ങനെ 1 മാസം 2 മാസമൊക്കെ ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുക്കുന്നതിലൂടെ ബ്രെയിനിന് ഈ ഒരു ഫോക്കസ് ഏരിയ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും. അതായത് ഫോക്കസ് മസിൽസ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ആവും. രണ്ടാമത്തെ എക്സസൈസ്, ഒരു ഒബ്ജക്റ്റിൽ മാത്രം, ഒരു പേന നിങ്ങൾ പിടിച്ചിട്ട് ആ പേനന്റെ തുമ്പിൽ മാത്രം നോക്കുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കിയിരിക്കുക. ഇത് കണ്ണടച്ചിട്ടില്ല, കണ്ണ് തുറന്നിട്ടാ ചെയ്യേണ്ട. ആ ഒരു ഒബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് കൊണ്ടുവരിക. എന്നിട്ട് മൈൻഡ് ചിലപ്പോൾ അങ്ങോട്ടും നോട്ടം അവിടേക്ക് ഉണ്ടാവും, മനസ്സ് വേറെ എവിടേക്കെങ്കിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, മൈൻഡിനെ അതിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇത് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടും. അതിന് ഫസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ 1 മിനിറ്റ് ടൈമർ വെക്കുക, എന്നിട്ട് ചെയ്യാം. രണ്ടാമത്തെ ദിവസം 2 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ്, പിന്നെ അത് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഒരു 10 മിനിറ്റ് വരെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം, 1-2 ആഴ്ച അത് പ്രാക്ടീസ് ചെയ്യാം. അതിലൂടെ ബ്രെയിനിന്റെ ആ ഒരു ഫോക്കസ് ഏരിയ ഒന്നുകൂടെ സ്ട്രെങ്തൻ ആവും. ആ മസിൽസ്, ഫോക്കസ് മസിൽസ്, അതായത് പ്രീഫോണ്ടൽ കോർട്ടെക്സ്, അവിടെ എന്ത് ചെയ്യും, അറ്റൻഷൻ കൺട്രോൾ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, പ്രീഫോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു കൺട്രോൾ സെന്റർ അല്ലെങ്കിൽ അറ്റൻഷൻ സെന്റർ, ഏതെങ്കിലും ഒന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് വാണ്ടർ ചെയ്ത് പോകാതെ, മൈൻഡിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് പോകാതെ ഒന്നിൽ തന്നെ കുറെ സമയം നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാൻ, ആ ഒരു വളരെ നോയ്സി ആയിട്ടുള്ള അലേർട്ട് ആയിട്ടുള്ള ബീറ്റ വേവ് ഒന്നുകൂടെ കാം ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ ആ ഒരു നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാനും ഈ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. തുടക്കത്തിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും റെസ്റ്റ്ലെസ്നെസ് ഒക്കെ, തീരെയും ഇങ്ങനെ ഒന്നിലും ഫോക്കസ് ചെയ്ത് അടങ്ങിയിരുന്ന് ചെയ്ത് നമുക്ക് ശീലമില്ലെങ്കിൽ ആദ്യമൊക്കെ ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ തോന്നും. പക്ഷെ അത് ചെയ്ത് അത് വളരെ റിലാക്സ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ മെമ്മറിയും ലേണിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും, ഇത് നമസ്കാരത്തിൽ ഫോക്കസ് കൊണ്ടുവരാൻ മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും ഫോക്കസും അറ്റൻഷനും എല്ലാം ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഇനി നമസ്കാരത്തിൽ കിട്ടണമെങ്കിൽ നമസ്കാരത്തിന്റെ സമയത്ത് പോരാന്നാണ്. നമസ്കാരത്തിന്റെ മുന്നേ നമ്മൾ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമസ്കാരം കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബിഫോർ സല, ഡ്യൂറിങ് സല ആൻഡ് ആഫ്റ്റർ സല. നമസ്കാരത്തിന്റെ മുമ്പ് മനസ്സിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം. മനസ്സിനൊന്ന് ക്ലട്ടർ ചെയ്ത് നമ്മളൊന്ന് റെഡി ആക്കണം, ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കണം. ഇത് പലപ്പോഴും ഒരു മിസ്സിംഗ് സ്റ്റെപ്പ് ആയിരിക്കും നമ്മളിൽ പലരും. നമ്മൾ വുളു എടുക്കും, മനസ്സാന്നിധ്യത്തോടു കൂടി വുളു എടുക്കുന്നെല്ലാം ഉണ്ടാകും, നമസ്കരിക്കാൻ നിൽക്കും, നെയ്യത്ത് ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും. പക്ഷെ അതിന്റെ മുന്നേ ആ നോയ്സ് ഒന്ന് കുറച്ചു കൊടുക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അല്ലെ, ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ, നമ്മൾ ബാങ്ക് കൊടുക്കുന്നു, സമയമായി, നമ്മുടെ മനസ്സ് അലേർട്ട് ആവണം, അതിനുശേഷം വുളു എടുക്കണം, പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണെങ്കിൽ ആ പള്ളിയിലേക്കുള്ള ആ ഒരു പോക്ക്, അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അതേപോലെ ഇഖാമത്ത് കൊടുക്കണം, പിന്നെ നെയ്യത്ത്, നമസ്കരിക്കാനുള്ള ആ ഒരു സ്ഥലത്ത് ആ ഒരു ഓർമ്മയോട് കൂടി നിൽക്കുന്നു, ഇതെല്ലാം അതിനുള്ള പ്രിപ്പറേഷൻ ആണ്. അതിനുള്ള നമ്മളുടെ ഡ്രസ്സിങ്ങും എല്ലാം ശ്രദ്ധിക്കുന്നതൊക്കെ പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. പക്ഷെ മൈൻഡ് ഒന്ന് ട്യൂൺ ചെയ്യാൻ പലപ്പോഴും നമ്മൾ വിട്ടുപോകും. നമ്മൾ റേഡിയോയിലൊക്കെ ഒരു ചാനൽ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് ട്യൂൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പോഴും ഇപ്പുറമൊക്കെ ഉള്ള വേവ് ലെങ്ത് ഇതിലേക്ക് വന്നിട്ട് ഫുള്ള് ക്ലാരിറ്റി ഉണ്ടാവില്ല, സൗണ്ടിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഒന്നുകൂടി ഫൈൻ ട്യൂണിങ് ചെയ്യും. അതുപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യാതെ ആ ഫുൾ നോയ്സ് ഒന്ന് കുറച്ച് കൊടുക്കാതെ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ എല്ലാം അൺലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇത് നമ്മുടെ നമസ്കാരം വരുന്നത്. ഇതുകൊണ്ടാണ് നമസ്കാരത്തിലാണല്ലോ നമുക്ക് പലപ്പോഴും എല്ലാതും ഓർമ്മ വരുന്നു. ആ കാൽക്കുലേഷൻസ്, ഇതിനുള്ള ഉത്തരം, ആ ചോദ്യം, ഈ ചോദ്യം, ഡിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമസ്കാരത്തിലേക്ക് വരുന്നു. നമസ്കാരം എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് അവിടെ കിട്ടും. നമസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് കിട്ടണം. അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തിൽ എന്താണോ നമസ്കരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. ഇവിടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൂളാണ് നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമസ്കരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഏത് തിരക്ക്, ജോലി തിരക്കോ പിന്നെ വല്ല എന്തിന്റെ തിരക്കിന്റെ ഇടയിലാണെങ്കിലും ഞാൻ നമസ്കരിക്കാം. ഇപ്പോൾ ബഹ്റ് നമസ്കരിക്കാൻ വരുന്നു, അസർ നമസ്കരിക്കാൻ വരുന്നു, അവിടെ എനിക്കൊരു 15 മിനിറ്റ് ആണ് ഞാൻ എനിക്ക് ആ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ളത്. എത്ര തിരക്കിന്റെ ഇടയിൽ പോവുകയാണെങ്കിലും എനിക്ക് അതിനൊരു സമയം വേണമല്ലോ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റ് എങ്കിൽ 10, 15 ആണെങ്കിൽ 15, അത് വേണമല്ലോ എനിക്ക്. ആ സമയം സ്പെൻഡ് ചെയ്താലല്ലേ എനിക്ക് നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രയാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ആണെങ്കിൽ ആ 15 മിനിറ്റിനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിന്, ബ്രെയിൻ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, 12 അതായത് 12:30 മുതൽ 12:45 വരെയുള്ള സമയം അതെനിക്ക് നമസ്കരിക്കാനുള്ള സമയമാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു അവയർനെസ് കൊടുത്ത് ആ സമയത്തെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനിന് ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ആ ടൈം ബ്ലോക്കിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ടെൻഡൻസി ബ്രെയിനിന് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായും
ആ സമയത്ത് ഒന്നുകൂടെ നമുക്ക് നോയ്സ് കുറയും, ഫോക്കസ് കിട്ടും, കുറേ കാര്യങ്ങൾ അൺലോഡ് ചെയ്യുന്നത് ബ്രെയിനിന് അറിയാം, ഓക്കെ ഇത് നമസ്കരിക്കാനുള്ള സമയമാണ് എന്നുള്ളത്. അപ്പം മൈൻഡ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ 12:30 മുതൽ 12:45 വരെ നമസ്കാരത്തിനുള്ള സമയമാണ്, അതിൽ ഓക്കെ ചെയ്യണം. പിന്നീട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഉള്ളൊടുക്കുക, നെയ്യത്ത്, ഇതെല്ലാം ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അതിലൊന്നുകൂടെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരാം. ഒരു 3 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളെടുത്ത് വന്നിട്ട് വീണ്ടും മൊബൈൽ നോക്കി മെസ്സേജ് നോക്കി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മൾ നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും മനസ്സിനെ എൻഗേജ് ആക്കിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ ഫ്രീ സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമസ്കാരത്തിന്റെ കുറച്ച് മുന്നേ സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് ബ്രീത്ത് ചെയ്ത്, ബ്രീത്തിങ് ചെയ്യുന്നതോടുകൂടി നമുക്കൊന്ന് നെർവസ് സിസ്റ്റത്തൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്ന ഒരു ബോധത്തോടു കൂടി, ആ ഒരു നെയ്യത്തോടു കൂടി നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ നമസ്കാരത്തിനുള്ള ഒരു റെഡിനെസ്, ഓൾറെഡി നമ്മൾ മൈൻഡിന്റെ നോയ്സ് ഒന്ന് കുറച്ച് കൊടുക്കണം, ടൈം ബ്ലോക്ക് ചെയ്യണം, പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ ഉളവും നെയ്യത്തും എല്ലാം ഇക്കാമത്തും എല്ലാം നമ്മൾ ചെയ്യണം, ഒന്ന് ബ്രീത്തിങ് ചെയ്യണം. അതേപോലെ ഇനി എന്താണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ, അതാണ് നെയ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ നെയ്യത്ത് അതും ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞു പോവുക ചെയ്യുന്നത്. നെയ്യത്തിലൂടെ നമ്മൾ എന്താണ് നെക്സ്റ്റ്, കുറച്ച് സമയത്തേക്ക് ഞാൻ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. അതായത് എൻ്റെ മനസ്സിനോട്, എൻ്റെ ബ്രെയിനിൽ ഞാനൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പൊ അതൊന്നുകൂടി ഇന്റൻഷനലി നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുക. അങ്ങനെ പ്രയറിനുള്ള ഒരു റെഡിനെസ്, എല്ലാതും ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, നമ്മുടെ ബ്രെയിനിൽ എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകും, നമ്മുടെ അമിഗ്ഡാല, എന്താണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ബ്രെയിൻ ഒന്ന് കാം ഡൗൺ ആവും, മൂപ്പര് തൽക്കാലം ഒന്ന് റെസ്റ്റിലേക്ക് പോകും. പകരം നമ്മളുടെ ഫോക്കസ് സെന്റർ, പ്രിഫോണ്ടൽ കോർട്ടെക്സിൽ ആ ഫോക്കസ് സെന്റർ ആക്റ്റീവ് ആകും. അത് ആക്റ്റീവ് ആകും. അങ്ങനെ നമ്മൾ ഡൂയിങ് മോഡിൽ നിന്നും ബീയിങ് മോഡിലേക്ക് എത്തും. എന്താണ് ഡൂയിങ് മോഡും ബീയിങ് മോഡും? ഡൂയിങ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൾറെഡി ഉള്ള ഡിഫോൾട്ട് മോഡ്. ഡിഫോൾട്ട് മോഡിലാണെങ്കിൽ അതായത് ടാസ്ക് ഡ്രൈവനാണ്, ഒരുപാട് ടാസ്കുകൾ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലം സോൾവിങ്ങും പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ചെക്കിങ്ങും കണക്ക് നോക്കലും, എന്താണ് കറി എന്ത് വെക്കണം, ഉപ്പേരി എന്ത് വെക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം, ഇനി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തമുള്ള ആ ഒരു എല്ലാതും നടക്കുന്ന ആ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ആ ഒരു മോഡിലാണ് ഡൂയിങ് മോഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നും ഇങ്ങനെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ബീയിങ് മോഡിലേക്ക് എത്തും. അതായത് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഞാനിപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, ആക്ച്വലി ഇപ്പൊ ഞാൻ എന്താണ് നമസ്കരിക്കാൻ നിൽക്കുകയാണ്, ഞാൻ നമസ്കരിക്കുകയാണ്, അള്ളാഹുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് എൻ്റെ നമസ്കാരം. അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിലെന്തില്ല, അതിലൊരു റഷിംഗ് ഇല്ല, ജഡ്ജിങ് ഇല്ല, മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും അലഞ്ഞു തിരിഞ്ഞു പോകുന്നില്ല, വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ എപ്പോൾ എന്താണോ അതിൽ ഞാൻ ആകുന്ന ഒരു സ്റ്റേറ്റ്, ആ ഒരു ബീയിങ് മോഡിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ ഈ നേരത്തെ പറഞ്ഞ എക്സസൈസുകളും പ്രിപ്പറേഷൻസും എല്ലാം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അറ്റൻഷൻ ആങ്കേഴ്സ്. നമ്മളുടെ അറ്റൻഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ബോഡിയിൽ നമ്മൾ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ആ ബ്രീത്തിങ്ങിനെ കാം ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം മൈൻഡും അത് കാം ആവുന്നു. പിന്നെ നമ്മൾ മീനിങ്, അതായത് നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്താണോ റിസൈറ്റ് ചെയ്യുന്നത്, എന്താണോ അവിടെ പറയുന്നത്, അതിൻ്റെ ഒരു മീനിങ് നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ടെങ്കിൽ, അത് ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഒന്നുകൂടി നമുക്ക് അവിടെ ഫോക്കസ് ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ നമ്മുടെ പോസ്ചർ, അതായത് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്, ഇതെല്ലാം എന്താണ് എൻ്റെ മൈൻഡിന് എൻ്റെ ബ്രെയിനിനും കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അത് എൻ്റെ മൈൻഡിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. എൻ്റെ ബോഡി പൊസിഷൻ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണേലും സുജൂദ റുക്കൂലോ ഏത് പൊസിഷനിൽ നമ്മൾ പോവുകയാണെങ്കിലും അവിടെ വളരെ റെസ്പെക്ട്ഫുള്ളി ആയിട്ട്, അതായത് വളരെ കാമായിട്ടും റെസ്പെക്റ്റോട് കൂടിയും ആ ഒരു അച്ചടക്കത്തോട് കൂടി നമ്മളത് ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്നൊരു ഓർമ്മയോട് കൂടി തന്നെ അച്ചടക്കത്തോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ ആ സെയിം മെസ്സേജാണ് നമ്മുടെ മൈൻഡിന് ഒരിക്കും പോകുന്നത്. അപ്പോൾ മൈൻഡ് എന്ത് ചെയ്യില്ല, അതിലപ്പുറം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെൻഡൻസി നമുക്ക് തരൂല, മൈൻഡും അത് ഫോളോ ചെയ്തിട്ട് പോകും. നേരെ മറിച്ച് അവിടെ അത് നമ്മളുടെ ബോഡിയിൽ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലായി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതായത് മൈൻഡ് റഷ് ആക്കുമ്പോൾ ബോഡി ആ റഷിന് ഇത് ചെയ്യും. അതേപോലെ തന്നെ ബോഡി ഇപ്പോൾ തിരക്കിട്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നിൽക്കുക, അത് ചെയ്യണം, അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണം, ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തില്ല, ബ്രെയിൻ മനസ്സും അതിലേക്ക് ഫോക്കസ് ഇല്ല, മനസ്സ് അതിനെ ഫോളോ ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു പോസ്ചർ ശ്രദ്ധിക്കുക, മൂവ്മെന്റ്സ് സ്ലോ ആക്കുക. ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം സ്ലോ മൂവ്മെന്റ്സ് ആക്കുക. നമ്മൾ സുജൂത് ചെയ്യുന്നിടത്തേക്ക് നോക്കണം എന്നാണല്ലോ പറഞ്ഞത്. അവിടേക്ക് നമ്മൾ ഒരു പോയിന്റിലേക്ക് നമ്മളുടെ കാഴ്ചനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ മൈൻഡ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്ത് പോവാതെ നമുക്ക് മനസ്സിനെയും നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമ്മളൊന്ന് കാം ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ഫോക്കസും നമുക്ക് വരുന്നു. ഈ ഒരു ഫോക്കസിലൂടെ നമ്മളുടെ ഈ ഫോക്കസ് ഇങ്ങനെ
ഈ ഒരു ക്ലാസ് കേട്ട് നിങ്ങൾ ഇതെല്ലാം കുറെ എണ്ണം പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഒരു തവണ ചെയ്തപ്പോൾ ഒന്നും ഇത് കിട്ടുന്നൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതിലൂടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ പിന്നീട് അത് നമ്മളുടെ ഒരു സെക്കൻഡ് നേച്ചർ ആയിട്ട് വരും. നമ്മളുടെ ബ്രെയിൻ ആ ഒരു രീതിയിൽ ബ്രെയിൻ മസിൽസ് ട്രെയിൻഡ് ആവും. അങ്ങനെ പിന്നീട് നമുക്ക് ഇത്രയൊന്നും എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മൾ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നു. ഓൾറെഡി ഇങ്ങനെ വളരെ അച്ചടക്കത്തോടും എല്ലാം നമസ്കരിക്കുന്ന ആളുകളുണ്ടാവും. അവര് ആ ഒരു രീതി പക്ഷെ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, സാവകാശമാണ് നമസ്കരിക്കുന്നത്, പിന്നെ എന്താണ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്, എന്നിട്ടും മനസ്സിന് പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമസ്കാരത്തിലേക്ക് വരുന്നതിന് മുന്നേ ട്യൂൺ ചെയ്തിട്ടുണ്ടാവില്ല മൈൻഡിനെ. ഒരുപാട് നോയ്സ്, അതിന്റെ കൂടെ ഒരു ആ ഫോക്കസ് ഒന്നിൽ മാത്രം, ആ ഫോക്കസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ്, അതായത് ഡിഫോൾട്ട് മോഡിൽ നിന്ന് ആ ഡിഫോൾട്ട് മോഡിൽ തന്നെ ആയിരിക്കും നമസ്കരിക്കാനും കയറുന്നത്. അപ്പൊ എന്ത് ചെയ്യില്ല, നമ്മളുടെ മൈൻഡിലെ തോട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല, അതങ്ങ് പോകും, കൺട്രോൾ വിട്ടിട്ട് പോകും. അപ്പൊ അതിനെ അറ്റൻഷൻ മോഡിലേക്ക് കൊണ്ടുവരണം. ഇനി നമ്മൾ നമസ്കരിക്കുമ്പം എന്താണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്ത, ഞാൻ ഫോക്കസ്ഡ് ആണോ, എന്റെ ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടോ, എന്റെ മനസ്സ് അങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നിൽക്കാതെ ഞാൻ ആരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ഓർമ്മയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരിക. ആ ഒരു ഹുഷു, മനസ്സാന്നിധ്യവും, അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നുള്ള ആ ഒരു ഭയഭക്തിയും, അള്ളാഹുവിനോടുള്ള ആ ഒരു റെസ്പെക്റ്റും, അള്ളാഹുവിനോടുള്ള സ്നേഹവും എല്ലാം. സ്നേഹം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ, അങ്ങനെ ഒരാളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, അങ്ങനെ ഒരാളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ടാവും, നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുപോലെ അള്ളാഹു ആരാണ്, എനിക്ക് അള്ളാഹു ആരാണ്, എനിക്ക് അള്ളാഹിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല, ഞാനും അള്ളാഹും തമ്മിലുള്ള ഒരു കണക്ഷൻ കുഴപ്പമില്ല എന്നാണെങ്കിൽ നമസ്കാരത്തിൽ മാത്രം എനിക്ക് പ്രത്യേകിച്ച് ഖുശൂഒന്നും എനിക്ക് കൊണ്ടുവരാൻ കഴിയൂല. നേരെ മറിച്ച് ഈ അള്ളാഹു എനിക്ക് ആരാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്കൊരു പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ എനിക്കതെല്ലാം വളരെ ഓപ്പൺ ആയിട്ടും പറയാൻ പറ്റുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ കേൾക്കുന്ന ഒരാളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ഓർമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടിയും അവരോട് നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ എനിക്ക് ആരാണ് അള്ളാഹു എന്നുള്ളതും അതിന്റെ ഒരു എലമെന്റ് ആണ്. ഞാൻ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മ എനിക്ക് വേണം എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ അള്ളാഹു ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? അപ്പൊ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ആ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മയോട് കൂടി നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അവിടെ ഉണ്ടാവും. ഇനി നമസ്കാരത്തിന് ശേഷം ഇതില് വേറെ ഒരുപാട് പോയിന്റ്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒന്നുകൂടെ നമ്മളുടെ ബ്രെയിൻ ബേസ്ഡ് നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി ഇതേപോലെയൊക്കെ നമ്മൾ നമസ്കരിച്ച് കഴിയുമ്പോൾ ആ നമസ്കാരത്തിലൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ശരീരവും എല്ലാം ഒന്ന് ഒന്ന് സോഫ്റ്റനായിട്ട് വല്ലാത്തൊരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു ഫീലിംഗിൽ തന്നെ കുറച്ച് സമയം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. നേരെ മറിച്ച് നിസ്കരിച്ച് കഴിഞ്ഞ് ഒറ്റയടിക്ക് നമ്മൾ അവിടുന്ന് എണീറ്റ് പോവാണ്, ഒറ്റയടിക്ക് സലാം വീട്ടി നേരെ എണീറ്റ് പോവാണ്, അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോൺ എടുക്കുക, സലാം വിട്ടി ഉടനെ തന്നെ ഫോൺ എടുക്കണം, എന്താ മെസ്സേജ് വന്ന്, ഓൾറെഡി നമ്മൾ ഡിഫോൾട്ട് മോഡിലാണ് നമസ്കരിച്ച മൊത്തം, അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ഫോൺ എടുക്കുക, നമ്മൾ സംസാരിക്കുക, ഫോൺ എടുക്കുക, അല്ലെങ്കിൽ അടുത്ത ടാസ്ക് എന്താണോ അതിലേക്ക് ഓടി പോവുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു കാംനെസ്സും ഇതും നമുക്ക് നമസ്കാരത്തിലൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു സലാം ഉണ്ടല്ലോ, ആ ഒരു സമാധാനം, ആ ഒരു കാംനെസ്സും, ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അപ്പൊ തന്നെ ഡ്രോപ്പ് ആയി പോകും. അതിനെ കുറച്ച് സമയം അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു സമയം അവിടെ കിട്ടൂല, അത് 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 നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം നമ്മൾ അവിടെ കാമൻ ക്വയറ്റ് ആയിട്ട് ഇരിക്കാം. ആ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അദ്കാറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലെ. അതെല്ലാം ചൊല്ലി നമ്മൾ അവിടെ കുറച്ച് സമയം സമാധാനത്തിൽ അടങ്ങിയിരിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, ആ ഒരു കാംനെസ് നമ്മളുടെ നമ്മളിലേക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, നമ്മുടെ ബ്രെയിനിലേക്ക് അത് ഇങ്ങോട്ട് ഇംപ്രീറ്റ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കുറച്ചെങ്കിൽ കുറച്ച്, വേറെ പണികളുടെയൊക്കെ തിരക്കിലാണെങ്കിലും ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഒന്ന് അവിടെ ഇരിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിലൂടെ ഉള്ള ഒരു ബെനിഫിറ്റ്, ഈ ഒരു കാംനെസ്, ആ ഒരു സമാധാനവും നമസ്കാരവും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാക്കും. ആ ഒരു പീസും നമസ്കാരവും തമ്മിലുള്ള ഒരു അസോസിയേഷൻ നമ്മളുടെ ബ്രെയിനിന് കിട്ടും. പിന്നീട് നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതെന്തോ ഒരു ടാസ്ക് ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നുള്ളതല്ല നമ്മളുടെ മനസ്സിലേക്ക് വരാം. നമുക്ക് ആ ഒരു ഒരു ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, ആ ഒരു സമാധാനം, ആ ഒരു ആശ്വാസം, ആ ഒരു എൻജോയ് ചെയ്യുക എന്നുള്ളത്, ആ നമസ്കാരത്തെ എൻജോയ് ചെയ്യുക എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒരു ഭാരം അല്ല നമ്മുടെ മനസ്സിലേക്ക് വരിക, ഇത് ചെയ്തു തീർക്കാനുള്ള എന്തോ ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് അല്ല പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇവിടെ ഖുശൂ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു പെർഫെക്ഷൻ അല്ല,
നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അതിലെ നമസ്കാരത്തിലേക്ക് വന്ന് സലാം വീട്ടി നമസ്കാരത്തിൽ നിന്ന് പോരോളം ഒരു ഭാഗത്തേക്കും മനസ്സും ചിന്തയും പോവാതെ കംപ്ലീറ്റ്ലി അവിടെ പിടിച്ചു നിർത്തി കെട്ടിയിടുന്ന അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു പെർഫെക്ഷൻ അല്ല ഇവിടെ. പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു മനസ്സാന്നിധ്യം, ദ ക്വാളിറ്റി ഓഫ് അവർ പ്രസൻസ്, അതിന്റെ ഒരു ക്വാളിറ്റി അത് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അതിനെ ഫോഴ്സ് ചെയ്യാതെ തന്നെ അതിനെ എന്താണ് ഇങ്ങോട്ടേക്ക് വീണ്ടും ഡയറക്റ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും വീണ്ടും ഈ ഇതിലേക്ക് അതിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാം ശ്രദ്ധയെ. ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കെട്ടിക്കൊണ്ടുവരല്ല. അതിന് പകരം ഓക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും എവിടേക്കെങ്കിലൊക്കെ ഒന്ന് മനസ്സ് പോകുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമസ്കാരം നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരു ടാസ്കേ അല്ല. ചെയ്തു തീർക്കേണ്ട ഒരു ടാസ്ക് അല്ല നമസ്കരിക്കാനുണ്ട്, നമസ്കാരം കഴിയണം, പിന്നെ അല്ലെങ്കിൽ വല്ല ഹോംവർക്കോ പ്രൊജക്റ്റോ ഒക്കെ ചെയ്ത് തീർക്കണ പോലെ എല്ലാ ദിവസവും ചെയ്ത് തീർക്കേണ്ട ഒരു ഹോംവർക്കേ അല്ല നമസ്കാരം. നമസ്കാരം പിന്നെ എന്താണ്? നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂമെന്റ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അത് അല്ലാഹ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, 5 നേരം നിങ്ങളത് ചെയ്യണം, അതിൽ സുജൂദുകളുണ്ട്, റുക്കുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ഇതൊക്കെ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത് അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെന്റൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ചാൻസ് ടു കണക്ട്, അള്ളാഹുമായിട്ടും നമ്മൾ നമ്മോട് തന്നെയും കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം. നമ്മൾ ഒരുപാട് ജീവിതത്തിന്റെ തിരക്കുകളിലും ആ ഒരു ബിസി വേൾഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചു വന്ന് നമ്മളോട് തന്നെയും അള്ളാഹുമായിട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒക്കെ ഒരു സമാധാനത്തിലേക്കും ഒരു ആശ്വാസത്തിലേക്കും ഒരു റെസ്റ്റിലേക്കും എല്ലാം പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ് നമസ്കാരം. ഒരു പോസ്, മൈൻഡിനും ബോഡിക്കും എല്ലാം കിട്ടുന്ന ഒരു പോസ്. നമ്മുടെ ആത്മാവിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു ടൈമാണ് നമസ്കാരം. ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ചിന്തിക്കാൻ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും, എൻ്റെ കാര്യവും മറ്റുള്ളവരുടെ കാര്യവും പലരുടെ കാര്യങ്ങളും ഈ ലോകത്ത് മൊത്തമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്, പറയാനുണ്ട്, എല്ലാം നമുക്കുണ്ട്. അതിനിടയിൽ നമ്മുടെ ആത്മാവിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഒരു പോസ്, ഒരു സൈലൻസ്, നമ്മൾ അള്ളാഹുലേക്കും നമ്മളിലേക്കും ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സമയം, അള്ളാഹുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു സമയം, അള്ളാഹുമായിട്ട് കോൺവെർസേറ്റ് ചെയ്യാനുള്ള ഒരു സമയം, ഇതൊക്കെയാണ് നമസ്കാരം. അതെല്ലാം നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പകരം നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരു ടാസ്ക്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാണ് പണിഷ്മെന്റ് ഉണ്ടാവും അള്ളാന്റെ അടുത്ത് നിന്ന്, പക്ഷെ ചെയ്താലോ നമുക്ക് കിട്ടുന്നത് ഈ ലോകത്തും പരലോകത്തുള്ള ആ ഒരു പ്രതിഫലം, അതിന്റെ കൂടെ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാംനെസ് ആൻഡ് മെന്റൽ പീസ് ഉണ്ട്. ആ പീസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മൾ നമസ്കാരത്തെ സമീപിക്കണം. നമസ്കാരത്തിന് മുമ്പ്, നമസ്കാരത്തിന് ശേഷം, നമസ്കാരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സമാധാനം, ആ ഒരു എൻജോയ്മെന്റ്, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നമസ്കാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളുടെ മൈൻഡ് ക്ലിയർ ചെയ്യുക. നമസ്കാരത്തിന് മുൻപും എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് എപ്പോഴും നല്ലൊരു ക്ലാരിറ്റിയിലൂടെ പോകുന്ന രീതിയിലാണ് ഖുർആനിലും സുന്നത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ മൈൻഡ് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ ഹാർട്ട് ഒന്നും കൂടി പ്രസന്റ് ആകും. നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് നമുക്കൊരു സോഴ്സ് ഓഫ് പീസ്, സമാധാനത്തിനുള്ള സമാധാനം തേടിയിട്ട് പലയിടത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ദിവസം 5 നേരം ഈ സമാധാനം കിട്ടാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമസ്കരിക്കാൻ പോകാൻ എന്തൊരു ഇഷ്ടമായിരിക്കും നമുക്ക്. നമസ്കാരത്തെ സ്കിപ്പ് ചെയ്യൂല, നമസ്കാരത്തെ മടി പിടിച്ചിട്ട് ഇങ്ങനെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താ? അവ്വല് വക്തിൽ നമ്മൾ നമസ്കരിക്കുക എന്നുള്ളതാണ്. ആ അവ്വല് വക്തിൽ നിസ്കരിക്കണല്ലോ എന്ന് വെച്ച് അതിനെ നീട്ടി ലാസ്റ്റിലേക്ക് കൊണ്ടുപോയി വെച്ച് അള്ളാഹ് ഇപ്പൊ അസ്ർബാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ലഹുർ നമസ്കരിക്കണം, മഗ്രിബ് ഇപ്പൊ കൊടുക്കുന്നു പറഞ്ഞാൽ അസ്ർ നമസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവെക്കാതെ ഇതിനെ നമ്മൾ ആസ്വദിച്ച് നമുക്ക് നമസ്കരിക്കാൻ കഴിയും. അപ്പൊ അതൊരു ഒരു ഒരു റുട്ടീനായിട്ട് നടന്നു പോകേണ്ട ഒന്നല്ല, നമ്മൾക്ക് ചെയ്യേണ്ട, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. ഇൻഷാ അല്ലാ. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമസ്കാരം കൂടുതൽ നമുക്ക് അത് എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും അത് ഫീൽ ചെയ്യും. നമസ്കാരം ഇങ്ങനെ ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വേറെ ഫീലിംഗ് ആണ്. നമുക്ക് അത് ഫീൽ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. അതിന്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.